നമസ്കാരം. ഈഴവരെ പറ്റിയിട്ട് കേരളത്തിൽ കണ്ടെത്തുന്ന അല്ലെങ്കിൽ പ്രാചീന തമിഴകത്തിൽ കണ്ടെത്തുന്ന ഏറ്റവും പുരാതനമായിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് 9-ാം നൂറ്റാണ്ടിൽ വേനാട് രാജാവ് അയ്യനടി തിരുവടികൾ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ മാപ്പിളമാർക്ക് കൊടുക്കുന്ന രേഖയാണ്. ഇത് പ്രകാരം ഇഴക്കയ്യർ, ഇഴുപ്പുത്തി എന്നീ രണ്ട് വാക്കുകളാണ് തരിസപ്പള്ളി ശാസനത്തിനകത്ത് ഉള്ളത്. തരിസപ്പള്ളി ശാസനം പ്രകാരം ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെങ്കിൽ മാപ്പിളമാരായിരിക്കുന്ന നസ്രായിത്തുകാരായിരിക്കുന്ന ജനങ്ങൾക്ക് ചാരായം വാറ്റുവാനും ഫെർമെൻറ്റഡ് ആയിരിക്കുന്ന കള്ള് ഉണ്ടാക്കി കൊടുക്കുവാനും വേണ്ടി ഏതാനും ഇഴുപ്പുത്തികളും ഇഴക്കയ്യറുമായിരിക്കുന്ന കുറച്ച് അടിമകളെ വസ്തു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രാജാവ് കൈമാറുന്നതുമായിട്ടുള്ള രേഖ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഏറ്റവും പുരാതനമായിരിക്കുന്ന രേഖ. അല്ലാതെ ചിലർ ചോളശാസനം, ചേരശാസനം എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഇതിനൊന്നും തന്നെ ആധികാരികതയില്ലാത്തതാണ്. ഇനി എങ്ങനെയാണ് ഈഴവർ കേരളത്തിലേക്ക് കുടിയേറിയതെന്ന് നമുക്ക് നോക്കാം. 3-ാം നൂറ്റാണ്ടിലാണ് ശ്രീലങ്കയിൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധമതം ശക്തി പ്രാപിക്കുന്നത്. ശ്രീലങ്കയിൽ ബുദ്ധമതം ഏകദേശം മുഴുവനായും പ്രചരിച്ചു കഴിഞ്ഞു. ബുദ്ധമതത്തിൻ്റെ പഞ്ചശീലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് അഹിംസ, മറ്റാരെയും ഉപദ്രവിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക. അസ്തയും, കള്ളം പറയാതിരിക്കുക, സത്യം പ്രവർത്തിക്കുക. ബ്രഹ്മചര്യം അറിയാമല്ലോ. പിന്നെ സത്യം. അടുത്തത് ലഹരി വർജനം. ഈ 5 പഞ്ചശീലങ്ങളും ചെയ്യാത്ത ആൾക്കാരായിരുന്നു ഈഴവർ എന്ന് പറയുന്നത്. ലഹരി വർജനം, ഇവരുടെ പ്രധാനമായിരിക്കുന്ന കുലത്തൊഴിൽ മദ്യം തുടങ്ങിയവ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സത്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. ബ്രഹ്മചര്യം അറിയാമല്ലോ. മദ്യത്തിൻ്റെ കൂടെ തന്നെ വേശ്യാവൃത്തിയും കുലത്തൊഴിലായിട്ട് ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. അസ്തേയം, കള്ളത്തരം പറയുക. രണ്ടാമത് അഹിംസ, മദ്യത്തിൻ്റെ കൂടെ തന്നെ മാംസവും ഒക്കെ തന്നെ വിൽക്കും. അപ്പം ഈ പഞ്ചശീലങ്ങൾക്കും എതിരായി ശ്രീലങ്കയിൽ പ്രവർത്തിക്കുകയും ഈ പഞ്ചശീലങ്ങൾ മറ്റുള്ളവരിൽ നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രധാന കാരണവും ഈ പറഞ്ഞിരിക്കുന്ന വിഭാഗമായതിനാൽ ഇവരെ അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ ചരിത്രരേഖ. ഏകദേശം AD 5-ാം നൂറ്റാണ്ടിലാണ് ഈഴവരെ ബുദ്ധന്മാർ അടിച്ചോടിച്ച് കേരളത്തിലേക്ക് വിടുന്നത്. അടിച്ചോടിച്ച് കേരളത്തിലേക്ക് വിട്ടു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. അവിടുന്ന് പുറത്താക്കുന്നു. ഇവർ ഏകദേശം 6-7 നൂറ്റാണ്ടുകളിലായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇവരുടെ ഈ ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന രേഖകളൊക്കെ തന്നെ ഏകദേശം ഒരു 8-10 നൂറ്റാണ്ടിലൊക്കെ തന്നെയാണ്. 9-ാം നൂറ്റാണ്ടിൽ ഇവരെ പറ്റി ഉള്ള രേഖയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവരെ അടിമകളാക്കി കൊടുത്തുകൊണ്ടുള്ള രേഖയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഈഴവരുടെ ബേസിക് ആയിരിക്കുന്ന ഒരു ചരിത്രം.